നമസ്കാരം. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇക്കാര്യം സ്ഥലം എം.എൽ.എയുമായി കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. കർണാടക ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ട് അർജുന്റെ ബന്ധുക്കളെ ഇന്ന് വിവരം അറിയിക്കുമെന്നാണ് എം.എൽ.എ അറിയിച്ചത്. നിലവിൽ എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നുണ്ടെന്നും സതീശൻ പറഞ്ഞു. ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരണം നടത്തിയത്. വയനാട്ടിൽ 5 മുതൽ 20 അടി വരെ താഴ്ചയിലാണ് വീടുകൾ മണ്ണിനടിയിലായത്. അതിനു മുകളിലാണ് ചെളി പൊതിഞ്ഞിരിക്കുന്നത്. ആദ്യ ദിവസം വെളുപ്പിന് 1 മണിക്ക് മണ്ണിടിച്ചിലുണ്ടായി. 2 മണിക്കൂറിന് ശേഷം വീണ്ടും മണ്ണിടിഞ്ഞു. രണ്ടാമത്തെ മണ്ണിടിച്ചിലാണ് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കിയത്. ശിരൂരിലും ആദ്യ അപകടത്തിന് ശേഷം രണ്ടാമതും ഒരു അപകടം കൂടി ഉണ്ടാകാനുള്ള സാധ്യത മുന്നറിയിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരെ പോലും ആ സ്ഥലത്തേക്ക് വിടാനാകാത്ത സാഹചര്യമായിരുന്നു. അർജുനെ കണ്ടെത്താനുള്ള എല്ലാ മാർഗങ്ങളും പരിശോധിക്കും. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ശക്തിപ്പെടുത്തുമെന്ന കേരളത്തിന്റെ ഒറ്റക്കെട്ടായ ആവശ്യം അത്ഭുതത്തോടെയാണ് കർണാടക നോക്കിക്കാണുന്നത്. സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അർജുനെ കണ്ടെത്തണമെന്നുള്ള വാശിയോടെ എം.എൽ.എ അപകട സ്ഥലത്ത് തന്നെ നിൽക്കുകയാണ്. അർജുനെ കണ്ടെത്താനുള്ള ശ്രമം ഇനിയും ഉണ്ടാവും. വയനാട്ടിൽ കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുവേണ്ടി സാധ്യമായ എല്ലാ ശാസ്ത്രീയ മാർഗങ്ങളും അവലംബിക്കും. ക്യാമ്പുകൾ പകർച്ചവ്യാധികൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാവരും വലിയ മാനസിക ആഘാതത്തിലാണ്. അവർക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. മെഡിക്കൽ ടീമിനെയും സജ്ജമാക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ പുനരധിവാസമാണ്. ദുരന്തഭൂമിയിലേക്ക് അവരെ മടക്കി വിടാൻ പറ്റില്ല. അവർക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകണം. വീട് നിർമ്മിക്കുന്നതുവരെ അവർക്ക് വാടക വീടുകൾ കണ്ടെത്തണം. വാടകയും നൽകണം. ഇപ്പോൾ കാണുന്ന ഉത്സാഹം കെട്ടുപോകാതെ ഇതൊക്കെ ചെയ്യണം. പുത്തുമലയിലും കവളപ്പാറയിലും സംഭവിച്ചത് ഇവിടെ സംഭവിക്കരുത്. 400 വീടുകളാണ് നിർമ്മിക്കേണ്ടത്. ഇതിൽ 100 വീടുകൾ കോൺഗ്രസ് നിർമ്മിച്ചു നൽകും. രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചതനുസരിച്ച് ഇക്കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. സർക്കാർ ഭൂമി നൽകിയാൽ അതിൽ വീട് നിർമ്മിച്ചു നൽകും. ഭൂമി ലഭ്യമാക്കാൻ സർക്കാരിന് സാധിച്ചില്ലെങ്കിൽ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിക്കണമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാഹുൽ ഗാന്ധിയും കെ.സി. വേണുഗോപാലും ലോക്സഭയിലും ജെ.ബി. മേത്തർ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ രാജ്യസഭയിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. സഹായം നൽകാൻ സമയമായില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞതിനോട് യോജിക്കാനുമാവില്ല. അവർ രാഷ്ട്രീയം കലർത്താനാണ് ശ്രമിക്കുന്നത്. അവരെക്കാൾ രാഷ്ട്രീയമായി ഈ സർക്കാരുമായും ഇടതുമുന്നണിയുമായും ഏറ്റുമുട്ടുന്നത് ഞങ്ങളല്ലേ. ഇപ്പോൾ രാഷ്ട്രീയ ഏറ്റുമുട്ടലിനുള്ള സമയമല്ല. അതേക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്ന സമയവുമല്ല. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സർക്കാർ സംവിധാനത്തെ എങ്ങനെ സഹായിക്കണമെന്നതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത്. രാഷ്ട്രീയ വിരോധം പറഞ്ഞു തീർക്കാനുള്ള സമയമല്ലത്. സർക്കാരിന്റെ ഭാഗത്തെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതേക്കുറിച്ച് പിന്നീട് പറയാൻ സതീശൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ഞാൻ ആഹ്വാനം ചെയ്തതായി CPM ഹാൻഡിലുകളിൽ പ്രചരണമുണ്ടായി. അതിനെക്കുറിച്ച് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. 2018 പ്രളയത്തിലുണ്ടായ ദുരനുഭവമാണ് ദുരിതാശ്വാസ നിധിക്കെതിരെ പറയാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ പറയുന്നവരെ അറസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ദുരിതാശ്വാസ നിധി സംബന്ധിച്ച് സർക്കാർ കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണ് വേണ്ടത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പണം പ്രത്യേക അക്കൗണ്ടിലായിരിക്കണമെന്നും എത്ര തുക കിട്ടിയെന്നും എത്ര തുക ചിലവഴിച്ചെന്നും വെളിപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി. ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. രമേശ് ചെന്നിത്തലയും VM സുധീരനും ഉൾപ്പെടെ ഞങ്ങൾ പാർട്ടിയിലെ എത്രയോ പേരാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. UDF പാർലമെന്ററി പാർട്ടിയിൽ ആലോചിച്ച് എല്ലാവരും ഒന്നിച്ച് പണം നൽകുന്നതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ശമ്പളം നൽകുന്നത് പ്രതീകാത്മകമാണ്. അത് മറ്റുള്ളവരെ കൊടുക്കാൻ പ്രേരിപ്പിക്കലാണ്. ഏതു തരത്തിലുള്ള സഹായവും നൽകാൻ തയ്യാറാണ്. ഭക്ഷണം, മരുന്ന് ഉൾപ്പെടെ എന്ത് സഹായവും എത്തിക്കാമെന്ന് കൽപ്പറ്റ MLA T. സിദ്ദിഖിന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു.